ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ആക്കിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരെയും പോലെ എന്നല്ല, ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ആക്കാൻ മുമ്പ് തന്നെ കുറേ വീഡിയോസ് ഞാൻ സെർച്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് സെർച്ച് ആക്കുമ്പോൾ മെയിൻലി നോക്കുന്നതാണ് ഗൈസ് കമൻറ്റ്. അതായത് നമ്മളിപ്പോഴത്തെ ആരെങ്കിലും കമൻറ്റ് ഇട്ടിനോ അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് അവർ ഷെയർ ആക്കിനോ എന്നൊക്കെയാണ് ഞാൻ നോക്കല്. അപ്പോൾ അതിൽ കണ്ട 90% കമൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയിട്ട് 1 വർഷമായി 2 വർഷമായി, ബട്ട് ഇതുവരെ യൂസ് ആക്കാൻ എനിക്ക് പേടിയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേയായി, ബട്ട് ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. നമുക്ക് അതിനെ യൂസ് ആക്കാൻ ആ സംഭവം ആലോചിക്കുന്ന തന്നെ ഒരു പേടിയാണ്. നമുക്ക് അങ്ങനെയാണല്ലോ, ആ ഒരു പേടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനോട് ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. കാരണം ഇതെങ്ങനെയാണ് യൂസ് ആക്കിയ ഫ്രണ്ട്സിനോട് ഇതെങ്ങനെ യൂസ് ആക്കുമ്പോൾ എങ്ങനെയാണ്, കംഫർട്ടാണോ, ഒത്തിരി പേരെ അടങ്ങാറാക്കി വിളിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ആക്കിയാൽ എങ്ങനെയാണ്, പിന്നെ യൂസ് ആക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടാവോ, അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് അടങ്ങാറാക്കി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞാനും യൂസ് ആക്കി. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മാരേജിന് മുമ്പേ വാങ്ങി വെച്ച മെൻസ്ട്രൽ കപ്പാണ്. അതായത് മാരേജിന് കഴിയുന്നതിന് മുമ്പേ ഉള്ള വാങ്ങി വെച്ച മെൻസ്ട്രൽ കപ്പാണ്. ബട്ട് ഞാൻ യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ യൂസ് ആക്കുന്നത്. അതുവരെ അതിൻ്റെ ഷെൽഫിൽ ഭദ്രമായി തന്നെയുണ്ട്. ഡെലിവറി കഴിഞ്ഞ് 6 മന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് യൂസ് ആക്കുന്നത്. അതുവരെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടൊക്കെ ഞാൻ ഒത്തിരി ആളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ സംഭവമാണ് യൂട്യൂബിലെ വീഡിയോസ് ഇരുന്ന് കാണും, എങ്ങനെ യൂസ് ആക്കേണ്ടത്, അല്ലെങ്കിൽ യൂസ് ആക്കിയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, ഡിസ്കംഫേർട്ട് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ വാങ്ങിയ മെൻസ്ട്രൽ കപ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലിറൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ വാങ്ങിയത്. ഇതിന് ജസ്റ്റ് 400 സംതിങ് ആണ് ആ ടൈം ഉണ്ടായത്. ഇപ്പം എത്രയെന്ന് അറിയില്ല. പിന്നെ ആ ടൈം 400 സംതിങ് ആയിട്ട് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ യൂസും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് ഇങ്ങനെ 3 സൈസാട്ടോ ഇതിന് വരുന്നത്. സ്മോള്, മീഡിയം, ലാർജ് ഇങ്ങനെയാട്ടോ വരുന്നത്. സ്മോൾ എന്ന് വെച്ചാൽ അതായത് ഈ ടീനേജ് 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ആക്കുന്നത് മീഡിയം ആട്ടോ. ലാർജ് പിന്നെ 2 നോർമൽ 3 നോർമൽ ഡെലിവറിക്ക് കഴിഞ്ഞാൽ ലാർജ് ഉപയോഗിക്കാം. ഓവർഫ്ലോ ബ്ലീഡിങ്ങിലാക്കും ലാർജ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ആക്കുന്നത് മീഡിയം ആയിട്ടോ. ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായത് സൈസ് എന്ന് പറഞ്ഞത് മീഡിയമാണ്. അപ്പം ഫസ്റ്റ് യൂസ് ആക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഇല്ലേ, നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ വരുന്നത് ഫസ്റ്റ് യൂസ് ആക്കുമ്പം തന്നെ. യൂസ് ആക്കാനുള്ള പേടി തന്നെ അതായിരുന്നു, ഭയങ്കര ഇറിറ്റേഷൻ, വേറെ ഒന്നുമില്ല, ഇറിറ്റേഷൻ. അങ്ങനെ ഞാൻ യൂസ് ആക്കിയ മെത്തേഡ് എന്ന് വെച്ചാൽ സി ടൈപ്പ് ആട്ടോ. ഇതിന് സി ടൈപ്പ് മെത്തേഡ് അങ്ങനെ എന്തോ അങ്ങനെ പറയാം, ഈ സി ടൈപ്പ് മെത്തേഡ്. പിന്നെ ഉള്ളത് ഈ രണ്ടുമായിട്ട് എനിക്ക് കംഫേർട്ടായിട്ട് തോന്നിയ മെത്തേഡ്. കുറേ രീതിയുണ്ട് ഇത് ഇൻസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട്, ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫേർട്ടായിട്ട് തോന്നിയതാണ് ഇത്. അതില്ലെങ്കിൽ ഇത് രണ്ടും കംഫേർട്ടാണ് ഗൈസ്. ഫസ്റ്റ് ഡേ എന്തായാലും ലീക്കേജ് ഉണ്ടാവും ഗൈസ്. കാരണം നമ്മൾ അത് ശരിക്കും കംഫേർട്ടായിട്ടാണോ വെച്ചതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ലീക്കേജ് ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് ഡേ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ മെയിൻ ആദ്യം തന്നെ തിളപ്പിച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെയാട്ടോ വെക്കൽ. അതായത് തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് യൂസ് ആക്കാം. യൂസ് ആക്കി കഴിഞ്ഞിട്ടും 5 മിനിറ്റ് കഴിയാം. ഇതെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഗൈസ്. പാഡ് വാങ്ങുന്ന പൈസ ലാഭിക്കാം നമുക്ക്. ഇത് 10 കൊല്ലത്തേക്ക് ഇത് മതിയാവും. അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. യൂസ് ആക്കിയെന്ന് വെച്ചാൽ നമ്മൾ അറിയില്ല. നമ്മൾ പാഡ് വെച്ചാൽ നമുക്ക് ഇച്ചിങ് ഉണ്ടാവുന്നില്ലേ, അതുപോലെയല്ല ഇത് വെച്ച് നമ്മൾ അറിയുന്നും കൂടിയില്ല. അങ്ങനത്തെ ഒരു സാധനം നമ്മൾ വെച്ചെന്നോ ഒന്നും നമ്മൾ അറിയൂല. മെയിൻലി അതാട്ടോ ഇതിൻ്റെ യൂസ്ഫുള്ളായ സംഭവം എന്ന് വെച്ചാൽ ഒന്നും അറിയൂല. പിന്നെ വെച്ചാൽ ഫസ്റ്റ് ഡേ നമുക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടായിന്. ഫസ്റ്റ് നമ്മൾ അത് ഓർത്തിട്ടാട്ടോ, അല്ലാണ്ട് അതിൻ്റെ ചിന്നല്ല, അത് ഓർത്തൊരു ചിന്ന് വരത്തില്ലേ നമുക്ക്, നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അങ്ങനത്തെ ഒരു ചിന്നും. അതല്ലാണ്ട് പിന്നെ വേറൊരു ഇച്ചിങ്ങോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അടിപൊളിയായിരുന്നു വെച്ചപ്പം. ആ
വെക്കാനുള്ള പേടി. പിന്നെ മെയിൻ സംഭവമാണ് റിമൂവ് ആക്കേണ്ട പേടി. റിമൂവ് ആക്കാനൊക്കെ നല്ല പേടിയുണ്ട്. റിമൂവ് ആക്കുമ്പോൾ ഫസ്റ്റൊക്കെ റിമൂവ് ആക്കാൻ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിന്. റിമൂവ് ആക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിട്ടുണ്ട്. റിമൂവ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാലാണ്, റിമൂവ് ആക്കുമ്പോൾ അതായത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഈ സാധനം ഇത് പിടിച്ച് വലിച്ചാൽ നമ്മളെ സെർവിക്സും താന്ന് വരും. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ ഫസ്റ്റൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ട് അതാണ് എനിക്ക് പെയിൻ വന്നത്. പിന്നെ രണ്ടാമത് പിന്നെയാണ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയിട്ട്, അതായത് ഒരു പ്രസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. അന്നേരം സ്മൂത്തായിട്ട് പെയിനൊന്നും അറിയാണ്ട് തന്നെ വരും. നോർമലായിട്ട് പെയിനൊന്നും അറിയാണ്ട് തന്നെ വരും. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് കുറിച്ചിട്ട് ഒറ്റ വലിച്ചാൽ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. പിന്നെ നമുക്ക് പേടിയായിരിക്കും അതെങ്ങനെയെന്ന് ഉദ്ദേശിച്ച് നല്ല പേടിയുമായിരിക്കും. ഫസ്റ്റ് ഡേ ഉണ്ടായ ലീക്കേജ് പ്രശ്നം അല്ലാണ്ട് സെക്കൻഡ് ഡേ മുതലൊരു ലീക്കേജ് പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ ഒരു ബെസ്റ്റാണ് ഗൈസ് ഈ മെൻസ്ട്രുവൽ കപ്പ്. പാഡിന് മെൻസ്ട്രുവൽ കപ്പിലേക്ക് പാഡിനെക്കാട്ട് എത്രയോ ബെറ്ററാണ് ഗൈസ് മെൻസ്ട്രുവൽ കപ്പ്. ഞാൻ ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് സംഭവമാകും നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ആക്കി. എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ മെൻസ്ട്രുവൽ കപ്പ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് ഗൈസ്. എൻ്റെ വ്ളോഗ് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും പാടുന്ന മെൻസ്ട്രുവൽ കപ്പിലേക്ക് ചേഞ്ച് ആക്കാൻ തോന്നിയ ഐ വിൽ ഹാപ്പി. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വ്ളോഗായിട്ട് പിന്നെ വരുന്നതായിരിക്കും. അതുവരെ